നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഒരാൾ പറയുന്നത് അവൻ ഡിപ്രസ്ഡ് ആണ് അല്ലെങ്കിൽ അവൻ മൂഡ് ഓഫ് ആണ് എന്നുള്ളത്. എന്നാൽ ഈ ഡിപ്രഷനും നമ്മൾ പറയുന്ന ക്ലിനിക്കൽ ഡിപ്രഷനും അഥവാ വിഷാദ രോഗവും ഒന്നാണോ? എന്താണ് വിഷാദ രോഗം? വിഷാദ രോഗം എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? വിഷാദ രോഗമുള്ളവരെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? നമുക്കൊന്ന് നോക്കാം വിശദമായി. നമസ്കാരം, ഞാൻ ഡോക്ടർ ഭവിഷ് ബാലൻ, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ്, പ്രയത്ന സെന്റർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വിഷാദ രോഗത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ പ്രതികൂലമായുള്ള സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകുന്നവരാണ്. അത് എന്ത് വേണമെങ്കിലും ആകാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, ജോലി നഷ്ടപ്പെടലാകാം, നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്നതാകാം. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു വിഷാദഭാവം അല്ലെങ്കിൽ നമുക്കൊരു സങ്കടം ഉണ്ടാകുന്നതായിരിക്കും. ഇതും വിഷാദ രോഗവും ഒന്നാണോ? അല്ല. വിഷാദ രോഗം എന്ന് പറയുന്നത് രണ്ടാഴ്ചയോ അതിൽ കൂടുതലോ സ്ഥായിയായി നിൽക്കുന്ന സങ്കടഭാവം, അമിതമായിട്ടുള്ള ക്ഷീണം, ഉറക്കക്കുറവോ അല്ലെങ്കിൽ ഉറക്ക കൂടുതലോ, വിശപ്പില്ലായ്മ, എല്ലാത്തിലും ശ്രദ്ധ കുറവ്, നമുക്കൊന്നും ചെയ്യാൻ താല്പര്യമില്ലായ്മ, ആൻഹിഡോണിയ എന്ന് പറയുന്നത് നമ്മൾ മുൻപ് ചെയ്തിരുന്ന സന്തോഷത്തോടു കൂടി ചെയ്തിരുന്ന കാര്യത്തിൽ ഇപ്പോൾ ചെയ്യാൻ നമുക്ക് ഒട്ടും ഇല്ലായ്മ, പിന്നെ ജീവിതം ഇരുട്ടിലാണെന്നുള്ള ചിന്ത. ചിലപ്പോൾ നമുക്ക് ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഡിപ്രഷൻ ആണെങ്കിൽ ആത്മഹത്യ പ്രവണത പോലുള്ള ചിന്തകൾ, പിന്നെ ഇനി അങ്ങോട്ടൊന്നുമില്ല, ജീവിതം വളരെ ഡാർക്കാണ് എന്നുള്ള രീതിയിലുള്ള, അതായത് നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ വരിക. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് നമ്മളിതിനെ വിഷാദ രോഗമെന്ന് പറയുന്നത്. എന്താണ് നമുക്ക് ഈ വിഷാദ രോഗം വരാനുള്ള കാരണം? പലപ്പോഴും ആൾക്കാരുടെ രീതിയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, മാനസിക രോഗങ്ങൾ ഉണ്ടാവുന്നത് എന്തെങ്കിലും ഒരു ശാപമോ അല്ലെങ്കിൽ നമുക്ക് ദൈവാധീന കുറവോ എന്നുള്ളത് കൊണ്ടാണ്. ഒരിക്കലും അല്ല. നമുക്കിതിൻ്റെ പിന്നിലൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. അതുപോലെ തന്നെ വിഷാദ രോഗം എന്ന് പറയുന്നത് ട്രീറ്റബിൾ ആയിട്ടുള്ള, ചികിത്സ ചെയ്യാൻ പറ്റുന്ന കാരണമുള്ളൊരു മാനസിക രോഗാവസ്ഥയാണ്. നമ്മുടെ തലച്ചോറിലെ രാസവസ്തുവിൻ്റെ അസന്തുലിതമായിട്ടുള്ള അവസ്ഥ കൊണ്ടാണ് നമുക്ക് ഈ ഡിപ്രഷൻ ഉണ്ടാവുന്നത്. വിവിധ ഡിഫറെൻറ്റ് ഏരിയാസിലുള്ള ആൾക്കാരിൽ ഡിപ്രഷൻ പല രീതിയിലായിരിക്കും എക്സ്പ്രസ്ഡ് ആവുന്നത്. അതായത് ഞാനിപ്പോൾ കോമൺലി പറഞ്ഞിട്ടുള്ള നമുക്ക് രണ്ടാഴ്ചയോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന ഡിപ്രഷനും, അതായത് സങ്കടഭാവവും അമിത ക്ഷീണവും നമുക്കൊന്നും ചെയ്യാൻ താല്പര്യമില്ലായ്മയും എന്നുള്ളത് കോമൺ ആയിട്ട് കാണാം. എന്നാൽ വളരെ കോമൺലി ഡിപ്രഷൻ കാണുന്നത് സ്ത്രീകളിലാണ്. സ്ത്രീകളെയും പുരുഷന്മാരെയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്ത്രീകളിലാണ് കാണുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളിൽ പ്രസവ ശേഷം, അതായത് നമ്മൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയും, ആ ഡിപ്രഷനിൽ നമ്മൾ കാണുന്നത് കുട്ടിയെ ഒട്ടും ശ്രദ്ധിക്കാതിരിക്കുക, കുട്ടീനെ നോക്കാൻ പറ്റാത്തൊരവസ്ഥ, ഭയങ്കര കരച്ചിൽ, ദേഷ്യം, അമിതമായിട്ടുള്ള ദേഷ്യം, കുട്ടീനെ അപായപ്പെടുത്താനുള്ള ശ്രമം, അതേപോലെ തന്നെ മരിക്കാൻ തോന്നുക, ആത്മഹത്യാ പ്രവണത, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവും. പിന്നെ മൈൽഡ് ഡിപ്രസീവ് സിംറ്റംസിൻ്റെയോടൊപ്പം തന്നെ ഭയങ്കര ഇറിറ്റബിലിറ്റി അഥവാ നമ്മൾ ദേഷ്യം ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ. അതായത് മാസമുറയുടെ 2 ദിവസം മുമ്പേ തുടങ്ങുന്ന സ്ത്രീകളിൽ കാണുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് ഡിപ്രഷൻ. കുട്ടികളിലും ഡിപ്രഷൻ കാണാറുണ്ട്. പലപ്പോഴായിട്ട് നമുക്ക് കണ്ടുവരുന്ന ചോദ്യമാണ്, കുട്ടികളിൽ എന്തിനാണ് ഡിപ്രഷൻ, അവർക്ക് എന്താണ് ഇത്ര വലിയ പ്രശ്നങ്ങൾ എന്നുള്ളതൊക്കെ. പക്ഷേ കുട്ടികളിലും ഈ പറഞ്ഞ പോലുള്ള സിംറ്റംസിന് പുറമെ സ്കൂളിൽ പോകാനുള്ള മടി, അമിതമായിട്ടുള്ള വാശി, ദേഷ്യം, പഠനത്തിലുള്ള താല്പര്യക്കുറവ്, ഇങ്ങനത്തെ ലക്ഷണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ഡിപ്രഷൻ ആയിരിക്കാം. പ്രായമുള്ളവരിൽ, അതായത് വാർദ്ധക്യ ഉള്ളവരിൽ വളരെ ഒറ്റപ്പെട്ടുള്ള ചിന്തകൾ, സങ്കടഭാവം എന്നതിന് ഉപരി കൂടാതെ വിട്ടുമാറാത്ത വേദനകൾ, അതായത് എപ്പോഴും ഒരിക്കൽ തലവേദന അല്ലെങ്കിൽ കാലുവേദന, മുട്ടുവേദന, കൈവേദന, നമുക്ക് എത്ര ഡോക്ടറെ പരിശോധിച്ചാലും എത്ര ഡോക്ടറെ ചെന്ന് കണ്ടാലും ഇതിനൊരു കാരണം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ഒരു പക്ഷേ ഇത് ഡിപ്രഷൻ ആയിരിക്കാം. അപ്പം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ എല്ലാം കാരണം, ഈ ടൈപ്സ് ഓഫ് ഡിപ്രഷൻ്റെ എല്ലാം കാരണം, ക്ലിനിക്കൽ ഡിപ്രഷൻ്റെ എല്ലാം കാരണം തലച്ചോറിലുണ്ടാകുന്ന രാസവസ്തുവിൻ്റെ അളവ് തെറ്റുന്നത് കൊണ്ടാണ്. അപ്പം നമ്മൾക്ക് ഇതിനെങ്ങനെ ചികിത്സിക്കാൻ പറ്റും? ഡെഫിനറ്റ്ലി നമ്മളിത് തലച്ചോറിലെ രാസവസ്തുവിൻ്റെ അളവ് തെറ്റുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ചെയ്യേണ്ടത്. നമ്മൾ നോർമലി ഡിപ്രഷന് കൊടുക്കുന്നത് മെഡിക്കേഷൻ എന്ന് പറയുന്നത് ആൻറ്റി ഡിപ്രസൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന് നമ്മൾക്ക്
തിരിച്ചറിയാൻ, നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് നമുക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ അവരെ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ അടുത്ത് എത്തിക്കുന്നു. 2 രീതിയിൽ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും. ഒന്ന്, നമുക്ക് അവരെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി സൈക്കോളജിയിൽ മാസ്റ്റേഴ്സ് നേടിയ ആളാണ്. അദ്ദേഹം നിങ്ങൾക്ക് കൗൺസിലിംഗ് അഥവാ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സൈക്കോ തെറാപ്പി വഴി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി വഴി നിങ്ങൾക്ക് ഡിപ്രസീവ് സിംറ്റംസ് കൺട്രോൾ ചെയ്യാനുള്ള സപ്പോർട്ട് നൽകുന്ന ഒരാളാണ്. സൈക്യാട്രിസ്റ്റ് എന്ന് പറയുന്ന ആൾ നിങ്ങൾക്ക് മരുന്നിൻ്റെ സഹായത്തോടു കൂടി സൈക്കോ തെറാപ്പിയും കൂടി ഡിപ്രഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ മരുന്നെന്ന് പറയുന്നത് ആൻറ്റി ഡിപ്രസൻസ് ആണ് നമ്മളിതിൽ കൊടുക്കുന്നത്. ആൻറ്റി ഡിപ്രസൻസ് അക്യൂട്ട് സിംറ്റംസ് കൺട്രോൾ ചെയ്യാനും പിന്നീടുള്ള സിംറ്റംസ് വരാതിരിക്കാനും വേണ്ടി നമ്മൾ കുറച്ചു കാലം അധികമായിട്ട് കഴിക്കേണ്ടി വരും. പിന്നെ ചില ഡിപ്രഷൻസിൽ വളരെ സിവിയർ ആയിട്ടുള്ള കേസിൽ പേഷ്യൻ്റ് ഒട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുക, വളരെ അധികമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കുക, എപ്പോഴും ബെഡിൽ തന്നെ കിടക്കുക, ഒരു തുള്ളി വെള്ളം ഇറക്കുന്നില്ല, ആരോടും സംസാരിക്കുന്നില്ല, വളരെ സിവിയർ ആവുന്ന കേസസിലാണ് നമ്മളെപ്പോഴും ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് നോക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഒരുപാട് സൈക്യാട്രിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റാണ് ECT. നമ്മൾ പലപ്പോഴും വളരെ റോങ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഷോക്ക് ട്രീറ്റ്മെൻ്റ് അല്ല, അത് വളരെ ഗൈഡൻസോടുകൂടി തിയേറ്ററിൽ ചെയ്യുന്ന അനസ്തീഷ്യയുടെ സഹായത്തോടു കൂടി ചെയ്യുന്ന ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പിയാണ്. എന്ന് ചെറിയ ഡോസ് ഓഫ് ഡിസ്ചാർജസ് കൊടുത്തിട്ട് ചെയ്യുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു തെറാപ്പിയാണ്. വിത്തൗട്ട് വളരെ കുറവ് സൈഡ് എഫക്ട്സോട് കൂടി ചെയ്യുന്നതാണ്. പ്രഗ്നൻസിയിൽ കൂടി 100% സേഫ് ആയിട്ടുള്ളൊരു തെറാപ്പിയാണ് ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി. അപ്പോൾ ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് ഡിപ്രഷൻ എന്നുള്ള അഥവാ വിഷാദ രോഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ടേ സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഉറ്റവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഏതെങ്കിലും രീതിയിലുള്ള വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവരെ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ സഹായത്തിനായിട്ട് എത്തിക്കുക. നമ്മളുടെ സഹായം വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.